ഈ വാർത്താ ദിനത്തിലെ പ്രധാന റിപ്പോർട്ടുകളുമായി വാർത്താമഴ ആരംഭിക്കുന്നു. ഞാൻ എസ് വിജയകുമാർ. ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ആദ്യം കടക്കുന്നത്. ശക്തമായ കാറ്റിലും മഴയിലും മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ച് 4 പേർ മരിച്ചു. 59 പേർക്ക് പരിക്കേറ്റു. പരസ്യ ബോർഡിനിടയിൽ കുടുങ്ങിക്കിടക്കുന്ന 67 പേരെ ഇതുവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് സംസ്ഥാന സർക്കാർ 5 ലക്ഷം രൂപ അടിയന്തര സഹായം നൽകും. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുമെന്ന് മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ പറഞ്ഞു. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് ഏറ്റവും പുതിയ വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, ഇത് നമ്മൾ സാധാരണഗതിയിൽ സങ്കല്പിക്കുന്നതിനപ്പുറത്തേക്കുള്ള ഒരു കൂറ്റൻ പരസ്യ ബോർഡ് ഇത്രയും വലിയ ആൾക്കൂട്ടത്തിന് മുകളിലേക്ക് വന്ന് പതിക്കുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചത്? ആളുകൾ ഇനിയും കുടുങ്ങിക്കിടക്കുന്നുണ്ടോ? എന്താണ് ഔദ്യോഗിക വിശദീകരണം സർക്കാരിൽ നിന്നുണ്ടാകുന്നത്? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 4:30യോടെയാണ് ശക്തമായ കാറ്റിൽ ഈ പരസ്യ ബോർഡ് തകർന്നു വീഴുന്നത്. ഘാട്ട്കോപ്പറിൽ ഒരു പെട്രോൾ പമ്പിനോട് ചേർന്നുള്ള കൂറ്റൻ പരസ്യ ബോർഡാണ്. സാധാരണഗതിയിൽ കോർപ്പറേഷൻ നൽകുന്ന അനുമതിയേക്കാൾ ഏറെ വലുപ്പത്തിലുള്ള ഒരു പരസ്യ ബോർഡാണ്. ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം പ്രകാരം ഈ പരസ്യ ബോർഡിന് ഇത്തരത്തിലൊരു പരസ്യ ബോർഡ് അവിടെ സ്ഥാപിക്കാൻ അനുമതി ഉണ്ടായിരുന്നില്ല. ഈഗോ മീഡിയ എന്ന കമ്പനിയാണ് ഈ പരസ്യ ബോർഡ് സ്ഥാപിച്ചത്. അവർക്കെതിരെ ഇപ്പോൾ കേസെടുത്തിട്ടുമുണ്ട്. 2 ദിവസം മുമ്പ്, ഈ സംഭവം ഉണ്ടാകുന്നതിന് 2 ദിവസം മുമ്പ് പോലും കോർപ്പറേഷൻ ഒരു നോട്ടീസ് ഈ കമ്പനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരുന്നു എന്ന വിവരം കൂടി വരുന്നു. ഏതായാലും ഈ മേഖലയിൽ ഇപ്പോഴും രക്ഷാദൌത്യം തുടരുകയാണ്. NDRFന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായും രക്ഷാദൌത്യം നടക്കുന്നത്. വലിയ ക്രെയിനുകളും ഒപ്പം തന്നെ ഇരുമ്പ് കട്ടറുകളും ഒക്കെ എത്തിച്ചുള്ള രക്ഷാദൌത്യം. ഇതുവരെ 67-ലേറെ പേരെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് NDRF പറയുന്നു. ഇനിയും കുറച്ചുപേർ കൂടി അതിനുള്ളിൽ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതുവരെ 4 പേരുടെ മരണമാണ് സ്ഥിരീകരിക്കുന്നത്. മരണസംഖ്യ ഉയരാനുള്ള സാധ്യതയുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. മുഖ്യമന്ത്രി ഏകനാഥ് ഷിൻഡെ അടക്കമുള്ളവർ സ്ഥലത്ത് സന്ദർശനം നടത്തി. മുംബൈ നഗരത്തിൽ ഇതുപോലെയുള്ള പരസ്യ ബോർഡുകളുടെ ആകെ ഒരു ഓഡിറ്റിംഗ് നടത്താൻ കൂടി ഇപ്പോൾ കോർപ്പറേഷനോട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. മരിച്ചവരുടെ ബന്ധുക്കൾക്ക് 5 ലക്ഷം രൂപ സഹായവും നൽകുമെന്ന് അറിയിച്ചിട്ടുണ്ട്. പരിക്കേറ്റവരുടെ ചികിത്സയും സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുമെന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും രക്ഷാദൌത്യം ഈ മേഖലയിൽ തുടരുകയാണ്. ഇതുപോലെ മുംബൈയിലെ വഡാലയിലും ഇന്ന് ഒരു വലിയ ഇരുമ്പ് സ്ട്രക്ചർ തകർന്നു വീണ് ഒരാൾക്ക് പരിക്കേറ്റിരുന്നു. 10-ലേറെ വാഹനങ്ങൾ അവിടെ തകരുകയും ചെയ്തിരുന്നു. ശ്രീനാഥ്, അവിടെ ഈ പൊടിക്കാറ്റും മഴയും ഒക്കെ ഇന്ന് രാവിലെ ഉച്ച മുതൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ കാലാവസ്ഥ അനുകൂലമായിട്ടുണ്ടോ? ഈ ജനജീവിതം തടസ്സപ്പെടുന്ന തരത്തിലേക്ക് മുംബൈയിൽ പലയിടത്തുനിന്നും അത്തരം റിപ്പോർട്ടുകൾ വരുന്നുണ്ടായിരുന്നല്ലോ ഉച്ചയോടുകൂടി തന്നെ. വിജയകുമാർ, ഉച്ചവരെ മുംബൈയിൽ വളരെ തെളിഞ്ഞ അന്തരീക്ഷമായിരുന്നു ഉണ്ടായിരുന്നത്. മഴയ്ക്കുള്ള ഒരു സാധ്യതയും ഉണ്ടായിരുന്നില്ല. പക്ഷേ 3 മണിയോടെ പെട്ടെന്ന് കാലാവസ്ഥ മാറുകയും മുംബൈയിൽ മാത്രമല്ല താനെയിലടക്കം റായ്ഗഡ് ജില്ലയിലടക്കം കനത്ത മഴ പെയ്യുകയും, പക്ഷേ മഴയ്ക്കൊപ്പം എത്തിയ പൊടിക്കാറ്റാണ് കൂടുതൽ ദുരിതം വിതച്ചത്. മുംബൈയിലെ തന്നെ വിവിധ ഭാഗങ്ങളിലെ ദൃശ്യങ്ങൾ നമ്മൾ നൽകിയതാണ്. വലിയ പൊടിക്കാറ്റ് മേഖലയിലാകെ ഉണ്ടായി. ജോഗേശ്വരിയിൽ നിന്ന് വന്ന ഒരു CCTV ദൃശ്യം മാത്രം നമ്മുടെ മുന്നിൽ ഉണ്ട്. അതിൽ വ്യക്തമായി കാണാം കുട്ടികളൊക്കെ തന്നെ മഴ ആസ്വദിക്കാൻ വേണ്ടി പുറത്തേക്ക് നിൽക്കുമ്പോൾ വലിയ കാറ്റ് വീശുന്നതും മരം അവർക്ക് നേരെ വീഴുന്നതും അവർ ഭാഗ്യം കൊണ്ട് മാത്രമാണ് രക്ഷപ്പെട്ടു പോകുന്നത്. പക്ഷെ ഒരു ഓട്ടോയ്ക്ക് മുകളിലേക്ക് ആ തെങ്ങ് വീഴുകയും ഓട്ടോ ഡ്രൈവർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. സമാന രീതിയിലുള്ള വിവരങ്ങളാണ് പിന്നീട് പല മേഖലകളിൽ നിന്നും വന്നത്. അതായത് മുംബൈ നഗരത്തിലാകെ ഈ ശക്തമായ പൊടിക്കാറ്റ് വീശി, അതാണ് വലിയ ദുരന്തം. വിവിധ മേഖലകളിലായി വിവിധ തരത്തിൽ മരങ്ങൾ വീണും വലിയ ബോർഡുകൾ വീണും ഒക്കെ തന്നെ ഉണ്ടായിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ ദുരന്തമാണ് ഘാട്ട്കോപ്പറിൽ ഉണ്ടായത്. വഡാലയിലും ഒരു വൻ ദുരന്തം ഒഴിഞ്ഞുപോയി. ഒരാൾക്ക് മാത്രമാണ് അവിടെ പരിക്കേറ്റത്. പക്ഷേ കൂടുതൽ പേരുണ്ടായിരുന്നു. പെട്ടെന്ന് ഓടിമാറാൻ കഴിഞ്ഞതുകൊണ്ട് മാത്രമാണ് അവിടെ വലിയൊരു ദുരന്തം ഒഴിവായി പോയത്. പക്ഷേ 10-ലേറെ വാഹനങ്ങൾ തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട്. വിജയകുമാർ. യെസ്, ഘാട്ട്കോപ്പറിലാണ് ഈ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ച് 4 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടത്. അവിടെ നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 67 പേരാണ് പരസ്യ ബോർഡിനടിയിൽ കുടുങ്ങിക്കിടന്നത്. അതിൽ പലരെയും രക്ഷപ്പെടുത്തി. പലരുടെയും പരിക്ക് ഗുരുതരമാണ് എന്നാണ് പുതിയ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കുന്നത്. ഏതായാലും അക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് കൂടി മഹാരാഷ്ട്ര സർക്കാർ അറിയിച്ചിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. കനത്ത ചൂടിന് ആശ്വാസമായി കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യത. 11 ജില്ലകളിൽ നിന്ന് മഴ മുന്നറിയിപ്പ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നു. ഈ വർഷം കാലവർഷം നേരത്തെ എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ വിലയിരുത്തൽ. മെയ് 19ഓടെ കാലവർഷം എത്തിച്ചേരുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. സാധാരണ മെയ് അവസാന പാദത്തിലാണ് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിൽ കാലവർഷം രൂപം കൊള്ളുക. ഇക്കൊല്ലം മഴ നേരത്തെ എത്തും. കൊടും ചൂടിന് ആശ്വാസമായി അടുത്ത 5 ദിവസം കൂടുതൽ ജില്ലകളിൽ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഇന്ന് 11 ജില്ലകളിലാണ് യെല്ലോ അലർട്ട്. കണ്ണൂർ, കാസർഗോഡ്, കോട്ടയം ജില്ലകളിലൊഴികെ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്.
മണിക്കൂറിൽ 40 കിലോമീറ്റർ മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജനങ്ങൾ ജാഗ്രത പാലിക്കണം. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായി തെക്കൻ തമിഴ്നാട് തീരത്തും കേരള തീരത്തും രാത്രി 11:30 വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശവാസികളും മത്സ്യത്തൊഴിലാളികളും അതീവ ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. ഇന്നത്തെ മറ്റു ചില പ്രധാന റിപ്പോർട്ടുകളിലേക്ക് കൂടി വാർത്താമഴ കടക്കുകയാണ്. 4ാം ഘട്ടം വിധിയെഴുതി രാജ്യം. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Plaza Premium Gold, the universe's finest ice cream. in association with DuraShine Roof and Wall Sheets. ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. എലാൻസ് 0% പണിക്കൂലി, 100% സന്തോഷം. അൽ മുക്തദിർ ജ്വല്ലറി ഗ്രൂപ്പ് ഇന്ത്യ UAE. MGM ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കനുസരിച്ച് 63.04% പോളിംഗ് ശതമാനം. ഇത് അന്തിമമല്ല. ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ബംഗാളിലാണ്. വോട്ടെടുപ്പിനിടെ ബംഗാളിൽ പരക്കെ സംഘർഷവും ഉണ്ടായി. കേതുഗ്രാമിൽ ഒരു തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ഉത്തർപ്രദേശിൽ BJPക്കെതിരെ സമാജ്വാദി പാർട്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകി. ഇനി 3 ഘട്ട വോട്ടെടുപ്പ് കൂടിയാണ് അവശേഷിക്കുന്നത്. കാണാം ഇന്നത്തെ ലീഡ് സ്റ്റോറി. 96 മണ്ഡലങ്ങളിൽ നടന്ന വോട്ടെടുപ്പിൽ ഭേദപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്തി. ഉച്ചവരെ മന്ദഗതിയിലായിരുന്നു പോളിംഗ്. പശ്ചിമ ബംഗാളിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയത്. ബംഗാളിൽ വൈകിട്ട് 5 മണിയോടെ പോളിംഗ് നിരക്ക് 75% പിന്നിട്ടു. ബംഗാളിൽ വോട്ടെടുപ്പിനിടെ വ്യാപക സംഘർഷമുണ്ടായി. തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ BJP, CPIM കോൺഗ്രസ് പ്രവർത്തകരുമായി ഏറ്റുമുട്ടി. ഒരു തൃണമൂൽ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. പശ്ചിമ ബംഗാളിൽ വോട്ടെടുപ്പ് ദിവസം 1000-ലധികം പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചത്. ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടി പ്രവർത്തകരെ BJP അംഗങ്ങൾ തടഞ്ഞതായി പരാതി ഉയർന്നു. ലഖിംപൂർ കേരിയിൽ വോട്ടിംഗ് അട്ടിമറിച്ചതായി ആരോപണമുണ്ട്. മധ്യപ്രദേശിൽ ചിലയിടങ്ങളിൽ മഴ വോട്ടെടുപ്പിനെ ബാധിച്ചു. ജമ്മുകശ്മീരിലാണ് ഏറ്റവും കുറവ് പോളിംഗ്. ശ്രീനഗർ മണ്ഡലത്തിലേക്ക് നടന്ന വോട്ടെടുപ്പ് സമാധാനപരമായിരുന്നു. 24 ഡൽഹി. അതിനിടെ ഇന്ത്യ മുന്നണിയെ രൂക്ഷമായി വിമർശിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അഴിമതി സാർവത്രികമാക്കുകയാണ് ഇന്ത്യ മുന്നണിയുടെ ലക്ഷ്യമെന്നായിരുന്നു പരിഹാസം. ബീഹാറിലെ പട്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച പ്രധാനമന്ത്രി വാരണസിയിൽ റോഡ് ഷോയിലും പങ്കെടുത്തു. ഇന്ത്യ മുന്നണി ജൂൺ 4 കേന്ദ്രത്തിൽ സർക്കാർ രൂപീകരിക്കുമെന്ന് രാഹുൽ ഗാന്ധി അവകാശപ്പെട്ടു. നാളെ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നതിന് മുന്നോടിയായാണ് വാരാണസിയിലെ പ്രധാനമന്ത്രിയുടെ റാലി. 4ാം ഘട്ട തെരഞ്ഞെടുപ്പ് ദിനത്തിൽ ബീഹാറിലാണ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. പട്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ച പ്രധാനമന്ത്രി പ്രാർത്ഥനാ ചടങ്ങുകളുടെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലികളിൽ ഇന്ത്യ മുന്നണിയുടെ അടിത്തറ അഴിമതിയാണെന്ന് കുറ്റപ്പെടുത്തിയാണ് പ്രധാനമന്ത്രി സംസാരിച്ചത്. അഗ്നിപഥ് പദ്ധതിയിൽ പ്രധാനമന്ത്രിയെ വിമർശിച്ച രാഹുൽ ഗാന്ധി രാജ്യത്ത് 2 തരം ജവാന്മാരെ സൃഷ്ടിച്ചതായി കുറ്റപ്പെടുത്തി. नरेंद्र मोदी ने 2 तरीके के जवान बना दिए. एक जो गरीबों का बेटा होगा, दलितों का, आदिवासियों का, पिछड़ों का, गरीब जनरल कास्ट परिवारों का बेटा होगा, माइनॉरिटी का बेटा होगा, और दूसरा जो अमीर घर का बेटा होगा. അധികാരത്തിലെത്തിയാൽ കുടുംബത്തിലെ ഒരു സ്ത്രീക്ക് പ്രതിവർഷം 1 ലക്ഷം രൂപ നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി അധ്യക്ഷ സോണിയാഗാന്ധി പറഞ്ഞു. വീഡിയോ സന്ദേശത്തിലാണ് സോണിയാഗാന്ധി നിലപാട് വ്യക്തമാക്കിയത്. അതിനിടെ വിദ്വേഷ പ്രസംഗത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്യണമെന്നാവശ്യപ്പെട്ടുള്ള ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളി. 24 ഡൽഹി. ഇടക്കാല ജാമ്യ ഹർജിയിൽ അരവിന്ദ് കെജ്രിവാളിന് നൽകിയ ആനുകൂല്യം ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ഹേമന്ത് സോറിന് നൽകാതെ സുപ്രീം കോടതി. ഡൽഹി മദ്യനയ അഴിമതി കേസിന് സമാനമായി ഹേമന്ത് സോറിനെതിരായ കേസിനെ വിലയിരുത്താൻ സാധ്യമല്ലെന്ന് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന വ്യക്തമാക്കി. കേസിൽ വിചാരണ നീണ്ടുപോകുന്ന സാഹചര്യത്തിൽ അരവിന്ദ് കെജ്രിവാളിന് സമാനമായി തനിക്കും ഇടക്കാല ജാമ്യം അനുവദിക്കണമെന്നായിരുന്നു ഹേമന്ത് സോറിന്റെ ആവശ്യം. ഹർജിയിൽ മറുപടി നൽകാൻ EDയോട് സുപ്രീം കോടതി ആവശ്യപ്പെട്ടു. കേസ് വീണ്ടും വെള്ളിയാഴ്ച പരിഗണിക്കും. തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തുക എന്നത് മൗലിക അവകാശങ്ങളുടെ ഭാഗമാണെന്ന വിലയിരുത്തൽ കോടതി അംഗീകരിച്ചില്ല.
ലൈംഗികാതിക്രമ കേസിൽ കർണാടകയിലെ മുൻ മന്ത്രിയും JDS നേതാവുമായ HD രേവണ്ണയ്ക്ക് ജാമ്യം. കർശന ഉപാധികളോടെയാണ് ജനപ്രതിനിധികളുടെ കേസുകൾ പരിഗണിക്കുന്ന ബംഗളൂരുവിലെ പീപ്പിൾസ് റെപ്രസെന്റേറ്റീവ് കോടതി ജാമ്യം അനുവദിച്ചത്. 5 ലക്ഷം രൂപ പിഴയൊടുക്കണം. അന്വേഷണ സംഘം ആവശ്യപ്പെട്ടാൽ ഹാജരാകണമെന്നും പാസ്പോർട്ട് കോടതിയിൽ സമർപ്പിക്കണമെന്നും നിർദ്ദേശമുണ്ട്. അതിജീവിതയെ തട്ടിക്കൊണ്ടുപോയതിലും വീട്ടുജോലിക്കാരിയെ ലൈംഗികമായി പീഡിപ്പിച്ച കേസിലുമാണ് HD രേവണ്ണയെ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിന് കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവം അന്വേഷിക്കാൻ KPCC തീരുമാനിച്ചിരിക്കുന്നു. 2 അംഗ അന്വേഷണ കമ്മീഷനെയാണ് സംസ്ഥാന നേതൃത്വം നിയോഗിച്ചിരിക്കുന്നത്. AV ജയശങ്കർ വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്തു നിന്നും. ജയശങ്കർ, ഇതിനോടകം കാസർഗോഡ് കോൺഗ്രസിൽ പൊട്ടിത്തെറിയുടെ പരമ്പര തന്നെ ഉണ്ടാക്കിയതാണ് ഈ സംഭവം. എന്താണ് KPCCയുടെ പുതിയ തീരുമാനം? അന്വേഷിക്കാനുള്ള സമിതിയിൽ ആരൊക്കെയാണ്? അതായത് കാസർഗോഡ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ തോതിലുള്ള പൊട്ടിത്തെറിയായിരുന്നു. കാരണം പാർട്ടിയുടെ ഒരു വൈകാരിക വിഷയമായിരുന്നു ഈ പെരിയ ഇരട്ടക്കൊലപാതകം. ഇതിലൊരു പ്രതിയുടെ മകന്റെ കല്യാണത്തിന് കോൺഗ്രസിന്റെ പ്രാദേശികമായി ഉത്തരവാദിത്തപ്പെട്ട നേതാവ് തന്നെ പങ്കെടുക്കുക എന്ന് പറയുന്നു അണികളെ സംബന്ധിച്ചും വലിയ തോതിലുള്ള വൈകാരികമായി വലിയ പ്രതിഷേധം ഉയർത്തിയ ഒരു വിഷയമായിരുന്നു. ഈ വിഷയത്തിലാണ് നിലവിൽ KPCCയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട ഈ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ 2 അംഗ സമിതിയാണ് KPCC നിയോഗിച്ചിരിക്കുന്നത്. KPCC ജനറൽ സെക്രട്ടറി നിയാസ്, ഒപ്പം തന്നെ രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ എന്നിവർ അംഗങ്ങളായ സമിതിയാണ് ഈ അന്വേഷണ കമ്മീഷനായി നിയോഗിച്ചിരിക്കുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ഇവർ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കണം. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ ബാലകൃഷ്ണൻ പെരിയ ഉൾപ്പെടെ ഉന്നയിച്ച വിഷയങ്ങൾ, രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ഉൾപ്പെടെ ഉന്നയിച്ച കാര്യങ്ങൾ ഉൾപ്പെടെ എല്ലാം പൂർണ്ണമായ കാര്യങ്ങൾ ഈ സമിതി പരിശോധിക്കും. ഈ കാസർഗോഡും പെരിയയുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവാദങ്ങളെക്കുറിച്ചും സമിതി അന്വേഷിച്ച് റിപ്പോർട്ട് നൽകുമെന്നാണ് KPCC വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. എന്തായാലും കാസർഗോഡ് വലിയ തോതിലുള്ള പൊട്ടിത്തെറികൾ ഉണ്ടായതിന് പിന്നാലെയാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് KPCCയുടെ ഒരു ഇടപെടൽ വരുന്നത്. എന്തായാലും ഉടൻ തന്നെ ഈ സമിതി കാസർഗോഡ് എത്തി കൃത്യമായ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കും. വിജയകുമാർ. യെസ്, കാസർഗോഡ് കോൺഗ്രസിൽ നീറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നമാണിത്. ഇത് പരിശോധിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത്. 2 അംഗ അന്വേഷണ കമ്മീഷനെയാണ് ഇപ്പോൾ KPCC നിയോഗിച്ചിരിക്കുന്നത്. AV ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. രാജ്യസഭയിലേക്ക് ആര്? രാജ്യസഭാ സീറ്റിനെ ചൊല്ലി ഇടതുമുന്നണിയിൽ തർക്കം. 2 സീറ്റിൽ ഒരെണ്ണം തങ്ങൾക്ക് അവകാശപ്പെട്ടതാണെന്ന് CPIയും കേരള കോൺഗ്രസ് എമ്മും ഒരുപോലെ അവകാശം ഉന്നയിച്ചു. പരസ്യ പ്രതികരണം നടത്തി മുന്നണിയെ പ്രതിസന്ധിയിലാക്കേണ്ട എന്നാണ് ഇരു പാർട്ടികളുടെയും നിലപാട്. സീറ്റിനു വേണ്ടി ആരും ആവശ്യം ഉന്നയിച്ചിട്ടില്ലെന്നും കാര്യങ്ങൾ ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നാണ് ഇടതുമുന്നണി നേതൃത്വം വ്യക്തമാക്കുന്നത്. CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും കേരള കോൺഗ്രസ് അധ്യക്ഷൻ ജോസ് കെ മാണിയും CPM കേന്ദ്ര കമ്മിറ്റി അംഗം എളമരം കരീമുമാണ് ജൂലൈ 1-ാം തീയതി രാജ്യസഭാ സീറ്റ് ഒഴിയുന്നത്. നിലവിലെ നിയമസഭയിലെ അംഗബലമനുസരിച്ച് 2 സീറ്റുകളിലാണ് ഇടതുമുന്നണിക്ക് ജയിക്കാൻ കഴിയുന്നത്. ഇതിൽ ഒരു സീറ്റ് ഏറ്റെടുക്കാൻ CPIM തീരുമാനിച്ചിട്ടുണ്ട്. M സ്വരാജ് അടക്കമുള്ളവരുടെ പേരുകളാണ് പരിഗണനയിലുള്ളത്. ജയിക്കാൻ കഴിയുന്ന മറ്റൊരു സീറ്റിനെ ചൊല്ലിയുള്ള തർക്കമാണ് ഇടതുമുന്നണിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുന്നത്. ബിനോയ് വിശ്വം ഒഴിയുമ്പോൾ ആ സീറ്റ് തങ്ങൾക്ക് തന്നെ അവകാശപ്പെട്ടതാണെന്നാണ് CPIയുടെ വാദം. ഇടതുമുന്നണി യോഗത്തിൽ രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെടാനും പാർട്ടി നേതൃത്വം തീരുമാനിച്ചു. വിവാദങ്ങൾക്കില്ലെന്നും പറയേണ്ട സമയത്ത് പറയേണ്ട സ്ഥലത്ത് കാര്യങ്ങൾ അവതരിപ്പിക്കുമെന്നും ബിനോയ് വിശ്വം പ്രതികരിച്ചു. ആ സീറ്റ് LDFിൽ CPIയുടെ സീറ്റാണ്. ആ CPIക്ക് ലഭിക്കണം. അതേപ്പറ്റി വിവാദമുണ്ടാക്കാൻ ബഹളം വയ്ക്കാൻ ഞങ്ങളില്ല. കേരള കോൺഗ്രസിന്റെ നിലപാട് മുന്നണി യോഗത്തിൽ പറയുമെന്നും പരസ്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമല്ലെന്നും ജോസ് കെ മാണിയും പറഞ്ഞു. പാർട്ടിക്ക് വ്യക്തമായ ഒരു നിലപാടുണ്ട്, വ്യക്തമായ ഒരു ധാരണയുണ്ട്. പക്ഷേ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നത് അത് LDFിലാണ്. അത് പബ്ലിക്കിൽ നമ്മൾ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ല. രാജ്യസഭാ സീറ്റ് വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്ന് വിശദീകരിച്ച LDF നേതൃത്വം വിഷയം രമ്യമായി പരിഹരിക്കാനുള്ള നീക്കം ആരംഭിച്ചതായാണ് സൂചന. 24 തിരുവനന്തപുരം. മറ്റു റിപ്പോർട്ടുകളിലേക്ക്. വടകരയിലെ തർക്കം. RMP നേതാവ് KS ഹരിഹരന്റെ വീടിന് നേരെയുണ്ടായ ആക്രമണത്തിൽ കേസെടുത്തു പോലീസ്. ആക്രമണത്തിന് പിന്നിൽ CPIM DYFI പ്രവർത്തകരെന്നാണ് FIR. സ്ത്രീവിരുദ്ധ പരാമർശത്തിൽ KS ഹരിഹരനെതിരെയും പോലീസ് കേസെടുത്തു.
സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയതിനു പിന്നാലെ ഇന്നലെ രാത്രിയായിരുന്നു KS ഹരിഹരന്റെ വീടിന് നേരെ ആക്രമണമുണ്ടായത്. നിരോധിത സ്ഫോടക വസ്തു ഉപയോഗിച്ച് അപായപ്പെടുത്താൻ ശ്രമിച്ചെന്ന പരാതിയിലാണ് FIR രജിസ്റ്റർ ചെയ്ത് തേഞ്ഞിപ്പാലം പോലീസ് അന്വേഷണം ആരംഭിച്ചത്. കണ്ണൂർ മോഡൽ ആക്രമണമാണ് വീടിന് നേരെ ഉണ്ടായതെന്ന് RMB സംസ്ഥാന സെക്രട്ടറി N. വേണു. യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് കോഴിക്കോട് ജില്ലയിലെയും അതുപോലെ യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ചുകൊണ്ട് ഉള്ള ചില CPM സംഘടനകളും ആലോചിച്ചുകൊണ്ട് പ്ലാൻ ചെയ്തുകൊണ്ടാണ് ഈ കൃത്യം നിർവഹിച്ചത്. ആക്രമണത്തിന് പിന്നിൽ DYFI ആണെന്ന ആരോപണം സംസ്ഥാന പ്രസിഡന്റ് V. വസീഫ് തള്ളി. ഏതായാലും ഞങ്ങൾ അറിവോടുകൂടിയല്ല, അത് ഞങ്ങൾക്ക് പറയാൻ പറ്റും, നമുക്ക് ഉറച്ചു വിശ്വസിക്കാൻ പറ്റും. അങ്ങനെ ഒരു പടക്കം എറിയേണ്ട ഗതികേടൊന്നും നമ്മളെ നാട്ടിലൊക്കെ പറയലുണ്ട്, ഇന്നത് പൊളിച്ച് ഇന്നത് ജയിലിൽ പോകുമെന്ന്, അല്ലേ? അങ്ങനെ പൊളിച്ച് ജയിലിൽ പോകേണ്ട ഗതികേട് ഞങ്ങൾക്കില്ല. അതേസമയം സ്ത്രീത്വത്തെ അപമാനിക്കൽ, സമൂഹത്തിൽ ലഹളയുണ്ടാക്കാൻ ശ്രമം തുടങ്ങിയ വകുപ്പുകൾ ചുമത്തി KS ഹരിഹരനെതിരെ വടകര പോലീസ് കേസെടുത്തു. മഹിളാ അസോസിയേഷൻ നൽകിയ പരാതിയിലാണ് നടപടി. നോട്ടീസ് നൽകിയ ശേഷം ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ ഹരിഹരന് നിർദ്ദേശം നൽകും. 24 കോഴിക്കോട്. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ മറ്റൊരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കപ്പൽ കസ്റ്റഡിയിൽ. മലപ്പുറം പൊന്നാനിയിൽ 2 മത്സ്യത്തൊഴിലാളികളുടെ മരണത്തിനിടയാക്കിയ കപ്പൽ കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിലെത്തിച്ചു. ലക്ഷദ്വീപ് ഭരണകൂടത്തിന്റെ ഉടമസ്ഥതയിലുള്ള സാഗർ യുവരാജ് എന്ന കപ്പലാണ് വെല്ലിംഗ്ടൺ ഐലൻഡിലെത്തിച്ചത്. ഇന്നു പുലർച്ചെ പൊന്നാനിയിൽ നിന്ന് 38 നോട്ടിക്കൽ മൈൽ അകലെ വെച്ചായിരുന്നു മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ച് 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവമുണ്ടായത്. ലക്ഷദ്വീപ് ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ സാഗർ യുവരാജ് എന്ന ചരക്ക് കപ്പലാണ് അപകടമുണ്ടാക്കിയത്. കപ്പൽച്ചാലിൽ നിന്ന് മാറി സഞ്ചരിച്ച ചരക്ക് കപ്പൽ മത്സ്യബന്ധന ബോട്ടിൽ വന്നിടിക്കുകയായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന 6 മത്സ്യത്തൊഴിലാളികളിൽ 4 പേർ രക്ഷപ്പെട്ടു. അപകടത്തിൽ ബോട്ട് 2ആയി പിളർന്നു. ഈ കേസിലാണ് കോസ്റ്റ് ഗാർഡ് കസ്റ്റഡിയിലെടുത്ത കപ്പൽ ഇന്ന് വൈകിട്ട് കൊച്ചിയിലെത്തിച്ചത്. കൊച്ചിൻ പോർട്ട് ട്രസ്റ്റിന്റെ ബെർത്തിലെത്തിച്ച കപ്പൽ നാളെ മർക്കന്റൈൽ മറൈൻ വിഭാഗം പരിശോധിക്കും. നിലവിൽ അലക്ഷ്യമായി കപ്പലോടിച്ചതിനും ജീവഹാനി വരുത്തിയതിനും കോസ്റ്റൽ പോലീസ് കപ്പലിനെതിരെ കേസെടുത്തിട്ടുണ്ട്. ഈ കേസ് ഫോർട്ട് കൊച്ചി കോസ്റ്റൽ പോലീസിന് കൈമാറും. 24 കൊച്ചി. പുതുവൈപ്പ് ബീച്ചിലുണ്ടായ അപകടത്തിൽ മരണം 3ആയി. ചികിത്സയിലായിരുന്ന 2 പേർ കൂടി ഇന്നു മരിച്ചു. മിലൻ സെബാസ്റ്റ്യൻ, ആൽവിൻ ജോർജ് ആന്റണി എന്നിവരാണ് മരിച്ചത്. കടലിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടം. ലൈഫ് ഗാർഡ് ഇല്ലാത്തതാണ് അപകടങ്ങൾ വർദ്ധിക്കാൻ കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ ആരോപിച്ചു. അടിയന്തര നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് എറണാകുളം DCP KN സുദർശൻ 24നോട് പറഞ്ഞു. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ കഴിഞ്ഞിരുന്ന മിലൻ സെബാസ്റ്റ്യൻ, ആൽവിൻ എന്നിവരാണ് ഇന്ന് മരിച്ചത്. കളമശ്ശേരി സെന്റ് പോൾസ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് 2ാം വർഷ വിദ്യാർത്ഥിയാണ് മിലൻ. പത്രവിതരണക്കാരനാണ് ഗാന്ധിനഗർ ചെറുവള്ളിപ്പറമ്പിൽ ആൽവിൻ ജോർജ് ആന്റണി. എറണാകുളം കലൂർ സ്വദേശിയായ അഭിഷേകിന്റെ മൃതദേഹം ഇന്നലെ തന്നെ കണ്ടെത്തിയിരുന്നു. സുഹൃത്തുക്കളായ 7 അംഗ സംഘം ഞായറാഴ്ച പുലർച്ചെയോടെയാണ് പുതുവൈപ്പ് ബീച്ചിലെത്തിയത്. ഇതിൽ കുളിക്കാനിറങ്ങിയ 6 പേരിൽ 3 പേർ തിരയിൽപ്പെടുകയായിരുന്നു. 3 പേരെ രക്ഷപ്പെടുത്തി. ഗവൺമെന്റ് പരമായിട്ട് ആരെങ്കിലും ഇവിടെ നിർത്തുക, അത്രേ ഉള്ളൂ പറയാനായിട്ട്. ഞങ്ങളൊക്കെ പറഞ്ഞാൽ അവർ അംഗീകരിക്കണില്ല. അതാണ് ഏറ്റവും വലിയ കാര്യം. ചെറിയ പിള്ളേരാണ് ഇവിടെ വന്ന് ഇറങ്ങണത് മുഴുവനും. പറഞ്ഞാൽ നിങ്ങളുടെ കാര്യം നോക്കുന്ന പറയണം. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് വല്ലതും പറയാൻ പറ്റുമോ? പിന്നെ രക്ഷപ്പെടാൻ എത്രയോ പേരെ ഇവിടെ രക്ഷപ്പെടുത്തിയാക്കണ പിള്ളേർ. ഈ കടലിൽ പോണ ആളാണ് കംപ്ലീറ്റ് ആളാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയ നീന്തി എടുത്തുകൊണ്ട് വന്നത്. ഇല്ലാത്ത സമയം വരുമ്പോൾ ഇവർ പോകൂലേ? പിന്നെ പറഞ്ഞാൽ ഇവിടത്തെ ആൾ പറഞ്ഞാൽ അവർ അംഗീകരിക്കില്ല. പിന്നെ നമ്മൾ തല്ലുപിടിക്കാൻ നടക്കണം. അപകടം നടന്ന സ്ഥലം എറണാകുളം DCP KS സുദർശൻ സന്ദർശിച്ചു. അപകടങ്ങൾക്ക് പരിഹാരം കാണാൻ ഉടൻ യോഗം ചേരും. ഈ ബീച്ചിൽ 3 പേര് മരിച്ച ഈ സാഹചര്യത്തിൽ ഇവിടെ വേണ്ട സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യാനുള്ള മുൻകരുതലുകൾ സ്വീകരിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ മുൻകാലങ്ങളിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതും പരിശോധിച്ച് സിവിൽ അതോറിറ്റീസും കൂടി ഡിസ്കസ് ചെയ്തതിനു ശേഷം വേണ്ട മുൻകരുതൽ സ്വീകരിക്കും. സുരക്ഷാ ക്രമീകരണങ്ങളോ ലൈഫ് ഗാർഡോ ഇല്ലാത്തതാണ് തുടർച്ചയായുള്ള അപകടങ്ങൾക്ക് കാരണമെന്ന് മത്സ്യത്തൊഴിലാളികൾ. നല്ല കടലുള്ള സമയത്തും കുളിക്കുമ്പോൾ ഞങ്ങൾ വണങ്ങാറുണ്ട്, കുളിക്കല്ലേ എന്ന് പറഞ്ഞു. അപ്പോഴവരനുസരിക്കൂല. അപ്പൊ നമ്മ പിന്നെ എന്തിട്ടാ പറഞ്ഞ വന്നവരോട് പറഞ്ഞ പിന്നെ അതിനെ എതിർക്കാനല്ലേ ഇങ്ങോട്ട് വരുള്ളൂ ആൾക്കാർ. അപ്പൊ പരമാവധി ഞങ്ങൾ പറയാം എല്ലാവരും. തിരയിൽപ്പെട്ട 3 പേരെ നീന്തൽ പരിശീലനം നടത്തുന്ന ക്ലബ് അംഗങ്ങളാണ് രക്ഷപ്പെടുത്തി കരക്കെത്തിച്ചത്. അവധിക്കാലം കൂടിയായതിനാൽ ദിനംപ്രതി പുതുവൈപ്പ് ബീച്ചിലേക്ക് എത്തുന്നത് നിരവധി പേരാണ്. ഇവരെ നിയന്ത്രിക്കാനോ ആവശ്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകാനോ ഒരു ലൈഫ് ഗാർഡ് പോലും ബീച്ചിലില്ലാത്ത സ്ഥിതിയാണ്. പുതുവൈപ്പിനിൽ നിന്ന് വിനീത VG 24. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. വെല്ലുവിളിയില്ലാതെ തിരുവനന്തപുരം മേഖല.
CBSE 10ാം ക്ലാസ് +2 പരീക്ഷാ ഫലങ്ങൾ പ്രഖ്യാപിച്ചു. 10ാം ക്ലാസ്സിൽ 93.6% പേരും +2വിന് 87.98% പേരും വിജയിച്ചു. വിജയ ശതമാനത്തിൽ തിരുവനന്തപുരം മേഖലയാണ് ഒന്നാം സ്ഥാനത്ത്. CBSE 10ാം ക്ലാസ് പരീക്ഷ എഴുതിയ 93.6% പേരും വിജയിച്ചു. വിജയ ശതമാനത്തിൽ കഴിഞ്ഞ വർഷത്തെക്കാൾ 0.48% വർധനയുണ്ട്. പരീക്ഷ എഴുതിയ 99.75% പേരും ജയിച്ച തിരുവനന്തപുരം മേഖലയാണ് മുന്നിൽ. +2 പരീക്ഷയിൽ 87.98% വിജയ ശതമാനം. മേഖലകളിൽ 99.91% വിജയം നേടിയ തിരുവനന്തപുരമാണ് +2 ഫലത്തിലും ഒന്നാമത്. വിജയവാഡ 2ഉം ചെന്നൈ 3ഉം സ്ഥാനത്തുണ്ട്. കഴിഞ്ഞ വർഷത്തെക്കാൾ വിജയ ശതമാനത്തിൽ 0.65 വർധനവാണ് ഉണ്ടായത്. ഈ വർഷവും പെൺകുട്ടികൾ ആൺകുട്ടികളെ പിന്നിലാക്കി. പെൺകുട്ടികളുടെ വിജയ ശതമാനം 91.52%, ആൺകുട്ടികളുടേത് 85.12%. മികച്ച രീതിയിൽ പരീക്ഷ പൂർത്തിയാക്കാനും സമയക്രമം അനുസരിച്ച് ഫലം പ്രഖ്യാപിക്കാനും കഴിഞ്ഞെന്നും CBSE അറിയിച്ചു. 24 ഡൽഹി. സംസ്ഥാനത്ത് +1ന് അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. +1 പ്രവേശനത്തിന് പ്രതിസന്ധി ഉണ്ടെന്ന പ്രചാരണം രാഷ്ട്രീയ പ്രേരിതമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. +1 സീറ്റ് ഒരു പ്രതിസന്ധിയില്ല. SSLC പാസ്സായ ഉപരിപഠനത്തിന് ആഗ്രഹിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും അത് ഉറപ്പ് നൽകും. ബാക്കിയുള്ള പ്രതിഷേധവും ആരോപണവും ഒക്കെ തന്നെ രാഷ്ട്രീയ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളതാണ്. അതൊന്നും ഇപ്പം നടക്കുന്ന കാര്യങ്ങളൊന്നുമല്ല. അതിലൊക്കെ തന്നെ വേറെ ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ബാച്ചിൻ്റെ കാര്യത്തിലൊക്കെ തന്നെ ഇപ്പോൾ തൽക്കാലം കേരളത്തിൻ്റെ സാഹചര്യം അനുസരിച്ച് കുട്ടികൾക്ക് പഠിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് ഈ ഗവൺമെൻറ് കഴിഞ്ഞ വർഷവും ചെയ്തു, ഈ വർഷവും ചെയ്യും. ഇനിയും തീരാത്ത പ്രതിഷേധം. പ്രതിഷേധങ്ങൾക്കിടയിലും സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റുകൾ നടത്തി മോട്ടോർ വാഹന വകുപ്പ്. തിരുവനന്തപുരം മുട്ടത്തറയിലെത്തിയ 3 പേരും ടെസ്റ്റിൽ പങ്കെടുത്തു. സ്വന്തം വാഹനങ്ങളിൽ ടെസ്റ്റിനെത്തിയവരെ തടഞ്ഞ പ്രതിഷേധക്കാർ വാഹനങ്ങൾക്ക് കേടുപാട് വരുത്തി. ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണത്തിനെതിരെ സംയുക്ത സമരസമിതി ഇന്ന് സെക്രട്ടേറിയറ്റ് മാർച്ചും സംഘടിപ്പിച്ചു. തിരുവനന്തപുരം മുട്ടത്തറയിലെ ഓട്ടോമേറ്റഡ് ഡ്രൈവിംഗ് ടെസ്റ്റ് കേന്ദ്രത്തിൽ ഇന്ന് 25 പേർക്കാണ് സ്ലോട്ട് നൽകിയിരുന്നത്. 11 മണിയോടെ 3 പേർ സ്വന്തം വാഹനത്തിൽ ടെസ്റ്റിലെത്തി. അസഭ്യവർഷവുമായി സമരക്കാർ ഇവരെ തടഞ്ഞു. പോലീസ് എത്തി പ്രതിഷേധക്കാരെ മാറ്റി. H ടെസ്റ്റ് നടക്കുന്നതിനിടെ പ്രതിഷേധക്കാരുടെ കൂക്കിവിളി. ഗ്രൗണ്ടിന് പുറത്തിറങ്ങിയപ്പോൾ വീണ്ടും പ്രകോപനം. ടെസ്റ്റിനെത്തിയവരിൽ ഒരാൾ മോട്ടോർ വാഹന ഇൻസ്പെക്ടറുടെ മകളായിരുന്നു. മകളെയും തന്നെയും ആക്രമിക്കാൻ ശ്രമിച്ചെന്ന് ചൂണ്ടിക്കാട്ടി മോട്ടോർ വാഹന ഇൻസ്പെക്ടർ വലിയതുറ പോലീസിന് പരാതി നൽകി. പരിഷ്കരണത്തിനെതിരെ ഡ്രൈവിംഗ് സ്കൂൾ സംയുക്ത സമരസമിതി സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി. സെക്രട്ടേറിയറ്റിന് മുന്നിലെ റോഡും പ്രതിഷേധക്കാർ ഉപരോധിച്ചു. കോഴിക്കോട് ചേവായൂരിൽ തടസ്സങ്ങളില്ലാതെ ഡ്രൈവിംഗ് ടെസ്റ്റ് നടന്നു. ഒരാളാണ് ടെസ്റ്റിനെത്തിയത്. സ്കൂൾ ഉടമകളുണ്ടായിരുന്നുവെങ്കിലും തടഞ്ഞില്ല. 24 തിരുവനന്തപുരം. മലപ്പുറത്ത് കുട്ടിയെ കൊണ്ട് ബൈക്ക് ഓടിപ്പിച്ചതിൽ കടുത്ത നടപടിയുമായി മോട്ടോർ വാഹന വകുപ്പ്. വാഹനത്തിന്റെ രജിസ്ട്രേഷൻ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തു. വിവിധ വകുപ്പുകൾ പ്രകാരം 35,000 രൂപ പിഴയും ഒടുക്കണം. മഞ്ചേരി കിടങ്ങഴി പുല്ലൂർ സ്വദേശിയായ 12 വയസ്സുകാരനാണ് വാഹനം ഓടിച്ചത്. ദൃശ്യങ്ങൾ സഹിതം 24 ആയിരുന്നു വാർത്ത നൽകിയത്. മഞ്ചേരി കിടങ്ങഴി സ്വദേശി തൃശൂർ സ്വദേശിയിൽ നിന്ന് വാങ്ങിയ ബൈക്കാണ് പ്രായപൂർത്തിയാകാത്ത മകനെ കൊണ്ട് ഓടിപ്പിച്ചത്. 2 മാസം കഴിഞ്ഞിട്ടും ഓണർഷിപ്പ് മാറ്റിയിരുന്നില്ല. അതുകൊണ്ട് വാഹനം ഇപ്പോഴും ആദ്യ ഉടമയായ തൃശൂർ സ്വദേശിയുടെ പേരിലാണ്. ഏറെ പണിപ്പെട്ടാണ് വാഹനത്തിന്റെ നിലവിലെ ഉടമയെ കണ്ടെത്തിയത്. ബൈക്കിന്റെ രജിസ്ട്രേഷൻ 1 വർഷത്തേക്ക് സസ്പെൻഡ് ചെയ്തതിനു പുറമെ 35,000 രൂപ പിഴയും ഒടുക്കണം. മോട്ടോർ വാഹന വകുപ്പ് എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റേതാണ് നടപടി. പ്രോസിക്യൂഷൻ നടപടികൾക്ക് കൈമാറുന്ന കേസിൽ ജയിൽ ശിക്ഷയും അനുഭവിക്കേണ്ടി വരും. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയാണ് മുതിർന്നയാളെ പുറകിലിരുത്തി കുട്ടി വണ്ടി ഓടിക്കുന്ന വാർത്ത ദൃശ്യങ്ങൾ സഹിതം 24 പുറത്തുവിട്ടത്. 24 മലപ്പുറം.
ആലപ്പുഴ കായംകുളത്ത് കാറിൽ അഭ്യാസ പ്രകടനം നടത്തിയ 6 പേർക്ക് ശിക്ഷ നൽകി മോട്ടോർ വാഹന വകുപ്പ്. നല്ല നടപ്പിനുള്ള ക്ലാസും പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹ്യ സേവനവുമാണ് ശിക്ഷ. പ്രായപൂർത്തിയാകാത്ത ആളെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. കായംകുളം പുനലൂർ റോഡിൽ ഞായറാഴ്ച ഉച്ചയ്ക്ക് 2:30 യുവാക്കളുടെ അഭ്യാസ പ്രകടനം. പിന്നിലെ വാഹനത്തിലുണ്ടായിരുന്നവർ മൊബൈൽ ഫോണിൽ ദൃശ്യങ്ങൾ പകർത്തിയ ശേഷം മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരമറിയിച്ചു. കായംകുളം എൻഫോഴ്സ്മെന്റ് സ്ക്വാഡ് വൈകിട്ടോടെ വാഹനം കസ്റ്റഡിയിലെടുത്തു. കാറിലുണ്ടായിരുന്ന 7 പേരെയും കസ്റ്റഡിയിലെടുത്തു. പ്രായപൂർത്തിയാകാത്തയാളെ വിട്ടയച്ചു. 6 പേർക്കും നല്ല നടപ്പ് ക്ലാസും പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹിക സേവനവും ശിക്ഷ വിധിച്ചു. എടപ്പാളിലെ മോട്ടോർ വാഹന വകുപ്പിന്റെ പരിശീലന കേന്ദ്രത്തിലാണ് നല്ല നടപ്പ് ക്ലാസ്. റോഡ് സുരക്ഷ, വാഹനം ഓടിക്കുമ്പോൾ പാലിക്കേണ്ട മര്യാദകൾ, വഴിയാത്രക്കാരോട് കാണിക്കേണ്ട അനുകമ്പ എന്നിവയിലാണ് 3 ദിവസത്തെ ക്ലാസ്. ഇതിനുശേഷം 5 ദിവസം കുറ്റിപ്പുറത്തെ പാലിയേറ്റീവ് സെന്ററിൽ സാമൂഹിക സേവനം നടത്തണം. കഴിഞ്ഞയാഴ്ചയും ഇതേ റോഡിൽ ഒരു സംഘം യുവാക്കൾ അഭ്യാസ പ്രകടനം നടത്തിയിരുന്നു. ഇവർക്ക് ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പത്തനാപുരം ഗാന്ധി ഭവനിലും സാമൂഹിക സേവനം ശിക്ഷയായി നൽകിയിരുന്നു. 24 ആലപ്പുഴ. വാർത്താമഴയിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ ഒരിക്കൽ കൂടി മുംബൈയിലേക്ക് പോവുകയാണ്. ശക്തമായ കാറ്റിലും മഴയിലും മുംബൈയിലെ ഘാട്ട്കോപ്പറിൽ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ച് മരിച്ചവരുടെ എണ്ണം 8 നിരവധി പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് എന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. ശ്രീനാഥ് ചന്ദ്രൻ ഒരിക്കൽ കൂടി ചേരുന്നു മുംബൈയിൽ നിന്നും. ശ്രീനാഥ്, ആശങ്കാജനകമാണോ സാഹചര്യം? കൂടുതൽ ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ടോ? അവരുടെയൊക്കെ ആരോഗ്യനില എങ്ങനെ? ഇപ്പോൾ BMC കമ്മീഷണർ അല്പസമയം മുമ്പ് ഈ സംഭവം നടന്ന സ്ഥലത്ത് സന്ദർശനം നടത്തിയതിനു ശേഷം മാധ്യമങ്ങളോട് സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ 8 പേരുടെ മരണം സ്ഥിരീകരിക്കുന്നുണ്ട്. ഏതാണ്ട് 60ഓളം പേർ പരിക്കുകളോടെ ചികിത്സ തേടിയിട്ടുണ്ട്. അതിൽ പലരും ഇപ്പോൾ ചികിത്സ പൂർത്തിയാക്കി മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇനിയും ഒരു 20-30 പേർ ഈ അവശിഷ്ടങ്ങൾക്കിടയിൽ ഉണ്ടാകാം എന്നതാണ് BMC കമ്മീഷണർ പറയുന്നത്. ഏതായാലും രക്ഷാദൌത്യം ഇപ്പോഴും തുടരുന്നുണ്ട്. NDRFിന്റെ നേതൃത്വത്തിലാണ് പ്രധാനമായും രക്ഷാദൌത്യം. ഒപ്പം തന്നെ മുംബൈ കോർപ്പറേഷന്റെയും അഗ്നിശമന സേനയുടെയും പോലീസിന്റെയും ഒക്കെ തന്നെ നേതൃത്വവും അവിടെ ഉണ്ട്. വലിയ ക്രെയിനുകളും ഗ്യാസ് കട്ടറുകളും ഒക്കെ എത്തിച്ച് ഈ ഇരുമ്പ് ആകെ മുറിച്ചു മാറ്റിയാണ് ആളുകളെ രക്ഷിക്കാനുള്ള ഈ ശ്രമം ഇപ്പോൾ നടക്കുന്നത്. വിവിധ ആശുപത്രികളിൽ പരിക്കേറ്റവരെ ചികിത്സിക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ സംഭവ സ്ഥലത്ത് നേരിട്ടെത്തി. ഏതായാലും ഈ സംഭവത്തിൽ ഒരു വിശദമായ അന്വേഷണം നടത്തുമെന്ന് സംസ്ഥാന സർക്കാർ അറിയിച്ചിട്ടുണ്ട്. മരിച്ചവരുടെ കുടുംബാംഗങ്ങൾക്ക് 5 ലക്ഷം രൂപ സഹായധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാത്രമല്ല, ഈ തകർന്നു വീണ പരസ്യ ബോർഡ്, കൂറ്റൻ ബോർഡ്, അത് അനധികൃതമായി സ്ഥാപിച്ചതാണ് എന്ന് ഇതിനോടൊപ്പം തന്നെ വ്യക്തമായിട്ടുണ്ട്. ഈ കമ്പനിക്കെതിരെ ഏതായാലും ശിക്ഷാ നടപടി ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. പോലീസ് കേസെടുത്തിട്ടുണ്ട്. വിജയകുമാർ. മരണസംഖ്യ 8 നിരവധി പേർക്ക് പരിക്കുണ്ടോ? ഇനിയും 30-ലധികം ആളുകൾ ഇതിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ട് എന്ന ആശങ്ക കൂടി ഇപ്പോൾ ഉദ്യോഗസ്ഥരും ജനപ്രതിനിധികളും ഒക്കെ പങ്കുവയ്ക്കുന്നുണ്ട്. ഇന്ന് ഉച്ചയ്ക്ക് ശേഷം വൈകുന്നേരത്തോടു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത്. ശക്തമായ കാറ്റിലും മഴയിലുമാണ് ഘാട്ട്കോപ്പറിൽ ഈ കൂറ്റൻ പരസ്യ ബോർഡ് നിലം പതിച്ചത്. ഇത് അനധികൃതമായി സ്ഥാപിച്ചതാണ്. ഈ കമ്പനിക്കെതിരെ നടപടി ഉണ്ടാകും. മുഖ്യമന്ത്രി സ്ഥലം സന്ദർശിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. നഷ്ടപരിഹാരം, സാമ്പത്തിക സഹായമൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വിവിധ ആശുപത്രികളിലായി 60-ലധികം ആളുകൾ ഈ അപകടത്തിൽപ്പെട്ടവർ ചികിത്സയിലാണ്. അതിൽ ചിലരുടെ നില ഗുരുതരവുമാണ്. ശ്രീനാഥ് ചന്ദ്രനാണ് മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. കൊടും ക്രൂരതയ്ക്ക് ജീവപര്യന്തം. കണ്ണൂർ പാനൂരിലെ വിഷ്ണുപ്രിയ വധക്കേസിൽ പ്രതി ശ്യാംജിത്തിന് ജീവപര്യന്തവും 10 വർഷം തടവും ശിക്ഷ. 2.25 ലക്ഷം രൂപ പിഴയും ഒടുക്കണം. തലശ്ശേരി അഡീഷണൽ ജില്ലാ സെഷൻസ് കോടതിയാണ് വിധി പറഞ്ഞത്. വിധിയിൽ സംതൃപ്തിയുണ്ടെന്ന് പ്രോസിക്യൂഷനും വിഷ്ണുപ്രിയയുടെ കുടുംബവും പ്രതികരിച്ചു. ജീവപര്യന്തം കിട്ടിയത് സന്തോഷം. ഇനിയൊന്ന് തിരിച്ചു വന്ന് കാണാനാവില്ലായിരുന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. വേറെ ഒന്നും പറയാനില്ല. കോടതി വിധിക്ക് പിന്നാലെ നിറകണ്ണുകളോടെ വൈകാരികമായി പ്രതികരിച്ച വിഷ്ണുപ്രിയയുടെ സഹോദരി വിപിന പ്രതിക്കെതിരെ ചുമത്തിയിരുന്നത് 2 കുറ്റങ്ങൾ. കൊലക്കുറ്റത്തിന് ജീവപര്യന്തം കഠിന തടവ്, വീട്ടിൽ അതിക്രമിച്ചു കിടക്കലിന് 10 വർഷം തടവ്, 2 കുറ്റങ്ങൾക്കുമായി 2.25 ലക്ഷം രൂപ പിഴയും ശിക്ഷ. തടവ് ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണ് വിധി.
ശിക്ഷാവിധിയിൽ സംതൃപ്തിയെന്ന് പ്രോസിക്യൂഷൻ. ഇതൊരു സമൂഹ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു കൊലപാതകമായിരുന്നു. ഏതായാലും അതൊരു നല്ലൊരു സന്ദേശം തന്നെ സമൂഹത്തിന് കോടതി നൽകിയിട്ടുണ്ട്. 302 വകുപ്പ് പ്രകാരം ലൈഫാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അദ്ദേഹം ഒരു വീട്ടിൽ കയറി ഇത്ര വലിയ ക്രൂരമായ കൃത്യം ചെയ്ത നിലയിൽ IPC 449 പ്രകാരം 10 വർഷവും തടവ് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമെ പിഴയുമുണ്ട്. 2022 ഒക്ടോബർ 22-നായിരുന്നു നാടിനെ നടുക്കിയ നിഷ്ഠൂര കൊല. പ്രണയപ്പകയെ തുടർന്ന് പാനൂർ വള്ളിയായി സ്വദേശിനി വിഷ്ണുപ്രിയയെ വീട്ടിൽ അതിക്രമിച്ചു കയറിയാണ് പ്രതി ശ്യാംജിത്ത് കഴുത്തറുത്ത് കൊലപ്പെടുത്തിയത്. നേരിട്ടുള്ള ദൃക്സാക്ഷികൾ ഇല്ലാത്ത കേസിൽ ശാസ്ത്രീയ തെളിവുകളെയും സാഹചര്യ തെളിവുകളെയുമാണ് പ്രോസിക്യൂഷൻ ആശ്രയിച്ചത്. 24 കണ്ണൂർ. റിപ്പോർട്ടോടെ വാർത്താമഴ അവസാനിക്കുന്നു. നാളെ വീണ്ടും കാണാം. ഗുഡ് നൈറ്റ്.